എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ അവിയലാണ്. തീരെ വെള്ളമില്ലാത്ത കട്ടയായിട്ടുള്ള അവിയൽ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓണക്കാലത്ത് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കണ അവിയലാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെയാണ് കട്ടിയായിട്ടുള്ള അവിയൽ ഉണ്ടാക്കാൻ നോക്കാം. അവിയലിന് വേണ്ടി ഇവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കായയും കുറച്ച് മുരിങ്ങക്കായ, അതുപോലെ ബീൻസ്, ക്യാരറ്റ്, മത്തങ്ങ, വെള്ളരിക്ക, ചേന, പച്ചപ്പയർ. കഷ്ണങ്ങൾ ഇതേപോലെ അരിയണം. ഞാൻ ഈ കൊത്തമരയ്ക്ക ഒന്ന് നടുവ് കൂടെ കീറിയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അതേപോലെ ബീൻസും അങ്ങനെ തന്നെയാണ് അരിഞ്ഞേക്കണേ. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി കുറച്ച് കട്ടിയുള്ള ചീഞ്ചട്ടിയാണ് കേട്ടോ നല്ലത്, അടി കട്ടിയുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളിൽ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെയാണ് ഇടുന്നത്, കഴുകിയിട്ടുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ അതിലുള്ള വെള്ളമേ വേണ്ടൂ. പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി. അതിലുള്ള വെള്ളം കൊണ്ട് അത് നല്ലോണം വെന്ത് കിട്ടും. തീ നല്ല ലോല് വെക്കണം കേട്ടോ, തീരെ ലോല് വെക്കണം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ചീഞ്ചിട്ട് 2 പിടി ഉണ്ടല്ലോ, ആ 2 പിടിയും പിടിച്ചിട്ട് നമുക്ക് ഒന്ന് കുടയാം. നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കണ്ട, കഷ്ണമൊന്നും പൊട്ടണ്ട. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ടാൽ മതി. ഇങ്ങനെ കുടഞ്ഞിട്ട് വയ്ക്കുക. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് വേവുന്നവരെ നമുക്ക് നല്ലോണം അടച്ച് വയ്ക്കുക. തീ നല്ലോണം താത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയിൽ ചീഞ്ചട്ടി ഒന്നെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞു കൊടുത്തായിരുന്നു. ഇനി നമുക്ക് കഷ്ണം വെന്തോ നോക്കാം. അതിന് ചേനയുടെ കഷ്ണം നോക്കിയാൽ മതിയല്ലോ, ബാക്കിയൊക്കെ വെന്തുണ്ടാവും. അപ്പോൾ ചേന അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ട്, കണ്ടു, വെന്തുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളും ഏകദേശം ആയി കാണും. കഷ്ണങ്ങളൊന്നും വെന്ത് ഉടയരുത്. അതിന് മുമ്പ് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് തൈര് ഞാനിവിടെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായി കിടന്ന് ആ തൈരിൻ്റെ പുളി അതിൽ ശരിക്കും പിടിക്കണം. അപ്പോൾ തൈര് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചീഞ്ചട്ടി ഒന്ന് എടുത്ത് നമ്മൾ ചെയ്യണ പോലെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ തൈര് എല്ലായിടത്തേക്കും മിക്സ് ആവും. നമ്മൾ ചട്ടുകെട്ട് ഇളക്കി കഴിഞ്ഞാലേ അത് വല്ലാണ്ട് ഉടഞ്ഞു പോവും. അത് കാരണം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി തൈര് കിടന്ന് തിളച്ച് ആ പുളി അതിൽ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് നാളികേരം ചേർക്കാം. നല്ലോണം തിളക്കട്ടെ. തീ താത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തൈര് അവിടെ തിളച്ച് വേകുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കാം. നാളികേരം ഞാൻ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. ഒരു 5-6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവനുസരിച്ച് എടുക്കുക. 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾക്ക് വേണ്ട അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നാളികേരവും പച്ചമുളകും ജീരകവും ആദ്യം നമ്മൾ മിക്സിയിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പച്ചമുളകും ചതയ്ക്കാനേ പാടുള്ളൂ കേട്ടോ. തീരെ അരയരുത്, ചതച്ചാൽ മതി. തീരെ വെള്ളവും ചേർക്കണ്ട. ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാനേ പാടുള്ളൂ. അതേപോലെ നമ്മൾ അരച്ചെടുക്കണം. തൈര് അടിച്ചെടുത്ത മിക്സി കഴുകിയൊന്നുമില്ല, അതിൽ തന്നെയാണ് അരയ്ക്കാൻ പോണത്. അപ്പോൾ അതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തു, ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നാളികേരം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് കറക്കിയെടുക്കുക. അത്രേ വേണ്ടൂ. തീരെ അരയൊന്നും വേണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. പച്ചമുളക് ഒന്ന് ചതയണം, അത്രേ വേണ്ടൂ. ജീരകവും അപ്പോൾ എല്ലാം നാളികേരം നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്ക് പെട്ടെന്ന് ഒന്ന് ചതച്ചെടുക്കാം. അടുപ്പത്ത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അത് കാണില്ലേ നല്ലോണം. ഇനി അതൊന്ന് വറ്റണം. അതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അത് വറ്റിക്കോളും. ഒരുവിധം വറ്റിയാലാണ്. ഇപ്പോഴും വെള്ളമുണ്ട്, കണ്ടു. തൈര് കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നാളികേരം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ അവിയലിലത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി. നമ്മൾ നാളികേരം പൊടിക്കുക എന്ന് പറഞ്ഞാൽ ചതച്ചു. നമ്മുടെ പച്ചമുളകും ജീരകവും എല്ലാം നന്നായി ചതഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തു. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച്. അപ്പോൾ നമ്മൾ ഒരേതള കറിവേപ്പില അതിലേക്ക് നല്ലോണം കുറച്ചിങ്ങനെ കീറിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്തുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്യണം. അതെയൊന്നും കഷ്ണം ഉടയാണ്ടിരിക്കാൻ നോക്കണം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒന്ന് കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് പാകമായി കിട്ടും.
നമുക്കൊന്ന് പതുക്കെ കുടഞ്ഞു കൊടുക്കാം. ഒന്ന് കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാളികേരവും പച്ചമുളകൊക്കെ എല്ലായിടത്തും പിടിച്ച് കിട്ടും. ഇപ്പം നല്ല പാകമായി. ഇനി ഒന്ന് വലിയട്ടെ ഇരുന്നിട്ട്. ഇനി നമ്മുടെ കഷ്ണമൊന്നും ഉടയില്ല, തീരെ വെള്ളമില്ല. കണ്ടു, നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയലായി. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ വാങ്ങിയെടുക്കാം, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു സെർവിങ് സ്പൂണോളം പച്ച വെളിച്ചെണ്ണ എനിക്ക് വേണ്ടി വരും. എന്നാലേ പച്ച വെളിച്ചെണ്ണ നല്ല മണമല്ലേ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സെർവിങ് സ്പൂൺ ഫുൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ തയ്യാറായി. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ 2-3 ഇതളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലും കൂടി ഇട്ട് കൊടുക്കാമായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ സ്വാദ്. അപ്പോൾ നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറായി. എല്ലാവരും ചെയ്തു നോക്കുക. അവിയലൊക്കെ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കണതൊക്കെ തന്നെയാണ്. എങ്കിലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ ഓണാശംസകൾ.